എല്ലാവർക്കും നമസ്കാരം. വണ്ടി അനലിസ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ടൊയോട്ടയുടെ അടുത്ത റീബാഡ്ജ് സുസുക്കി മോഡലായ ടൈസർ അല്ലെങ്കിൽ അർബൻ ക്രൂസർ ടൈസർ എന്ന് വിളിക്കുന്ന ഫ്രോങ്സിന്റെ റീബാഡ്ജഡ് മോഡൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഈ വണ്ടി വരുന്നത് വെയിറ്റിംഗ് ആയിരുന്നു. ഫൈനലി വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട്. പല റെൻഡഡ് മോഡൽസ് നമ്മൾ പല യൂട്യൂബ് ചാനലിലും കണ്ടതാണ്. ബട്ട് അതൊന്നും ആയിരിക്കില്ല, ഫ്രോങ്സിന് വലിയ ഡിഫറൻസ് ഇല്ലാത്തൊരു മോഡലായിരിക്കും എന്നുള്ളത് ടൊയോട്ടയുടെ മറ്റ് പല റീബാഡ്ജഡ് മോഡൽസ് കണ്ടാലും നമുക്ക് അറിയാവുന്നതാണ്. ഫ്രോങ്സ് എന്ന് പറയുന്ന പേര് കുറച്ച് പോളറൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം സുസുക്കിയുടെ മറ്റ് പല മോഡൽസ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയ നെയിംസ് കൊടുത്തിരുന്നു. പക്ഷേ ഈ ഫ്രോങ്സ് എന്തോ ആ മോഡലിനും ചേരാത്ത പോലെ തോന്നി. എന്നാൽ ടൊയോട്ടയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയ പേര് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അഗൈൻ ഒരു പെറ്റിന്റെ പേരിട്ട പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. മേജർ ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഗ്ലാൻസിലും അർബൻ ക്രൂസിലും കണ്ട പോലെ തന്നെ ബാഡ്ജസും പിന്നെ ബമ്പേഴ്സിലുമാണ് മേജർ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇന്നോവ അല്ലെങ്കിൽ ഹൈക്രോസ് പോലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ DRLs നോക്കുകയാണെങ്കിൽ ഒരു കണക്റ്റഡ് ക്രോം ലൈൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്രോങ്സിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു ക്രോം എലമെന്റ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി ടൈസറിൽ DRLs തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോം ലൈൻ വന്നു. പിന്നെ LED DRLസിന്റെ ഡിസൈനിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ അതിനകത്തുള്ള ഒരു 3 എലമെന്റ് ആയിട്ടുള്ള ഒരു DRL ആണ് ഫ്രോങ്സിൽ വന്നിരുന്നെങ്കിൽ അത് മാറി ഇപ്പോൾ ഹൈക്രോസ് കണ്ടപോലെ 2 ലൈൻ ആയിട്ടുള്ള DRL ആണ് ടൈസറിൽ വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ അത് സെയിം തന്നെയാണ്. അതായത് ഫ്രോങ്സും ടൈസറും തമ്മിൽ വലിയ വ്യത്യാസമില്ല, സെയിം തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഡിസൈനിൽ മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ പുതിയൊരു ഡിസൈനിലുള്ള ഒരു മെഷീൻ കട്ട് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രോങ്സിൽ കുറച്ചും കൂടെ കണ്ടു മറന്നിട്ടുള്ള, അതായത് സുസുക്കിയുടെ മറ്റ് മോഡൽസ് കണ്ടു പറഞ്ഞിട്ടുള്ള ഒരു അലോയ് വീൽസ് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ടൈസറിലേക്ക് വന്നപ്പോൾ അത് മാറി പുതിയ കുറച്ചും കൂടെ സ്പോർട്ടി. എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ടൈസറിൽ കൊടുത്തിരിക്കുന്ന അലോയ് വീൽ കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സൈസിന്റെയും പ്രൊഫൈലിന്റെയും കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ടോപ്പ് മോഡലിനകത്ത് 16 ഇഞ്ച് വീൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ സൈഡ് പ്രൊഫൈൽ അങ്ങനെ പറയാൻ മാത്രമുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. സുസുക്കിയിൽ കൊടുത്ത പോലെ അഡീഷണൽ ആഡ് ഓൺസ് ഒക്കെ എന്തൊക്കെയാണോ അവർ ഓഫർ ചെയ്തത് അത് തന്നെ ഇതിനകത്തും ടൊയോട്ടയും ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസൈനിൽ മേജർ ഡിഫറൻസ് വന്നിരിക്കുന്നത് റിയർ പ്രൊഫൈലിലാണ്. റിയർ പ്രൊഫൈൽ ആസ് യൂഷ്വൽ ലോഗോ മാറിയിട്ടുണ്ട്, ടൊയോട്ടയുടെ ലോഗോ വന്നിട്ടുണ്ട്. ടെയിൽ ലൈറ്റിന്റെ ഷേപ്പ് മാറിയിട്ടില്ല. പക്ഷേ നേരത്തെ DRLസിൽ പറഞ്ഞ പോലെ തന്നെ 3 എലമെന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ അത് മാറി ഇപ്പോൾ ലൈൻ ആയിട്ടുള്ള, അതായത് നമ്മൾ ഹൈറൈഡറിൽ കണ്ട പോലത്തെ തന്നെയുള്ള ലൈൻ 2 ലൈൻസ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മറ്റു ബ്രാൻഡുകളൊക്കെ ബാഡ്ജസിന്റെ എണ്ണം കുറക്കാൻ നോക്കുമ്പോൾ ടൊയോട്ട ഇവിടെ വാരിക്കോരിയാണ് ബാഡ്ജസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അർബൻ ക്രൂസർ ടൈസർ എന്നും പിന്നെ ഏത് വേരിയന്റ് ആണെന്നൊക്കെയുള്ള എല്ലാ ബാഡ്ജസും ഇവിടെ നമുക്ക് കാണാവുന്നതാണ് റിയർ പ്രൊഫൈലിൽ. പിന്നെ എല്ലാ മോഡൽസിന്റെയും കൂടെ, അതായത് ഈ ടൊയോട്ട റീബാഡ്ജഡ് വരുന്ന എല്ലാ മോഡൽസിന്റെയും കൂടെയും അർബൻ ക്രൂസർ എന്നിടുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഇതിൽ നിയോ ഡ്രൈവ് എന്ന് പറയുന്ന ബാഡ്ജ് കൂടി കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ആണ് വരുന്നത്. പിന്നെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബാഡ്ജ് മാറിയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം തന്നെ വന്നിട്ടില്ല. ഫ്രോങ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽസ് ആണ് വന്നിരുന്നത്. ഫ്രോങ്സിൽ സുസുക്കി ബാഡ്ജിന് മുകളിലായിട്ട് ഒരു റൗണ്ടിൽ ഒരു ക്രോം എലമെന്റ് വന്നിരുന്നെങ്കിൽ അത് എടുത്ത് മാറ്റാനായിട്ട് ടൊയോട്ട ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രോങ്സിൽ ഉണ്ടായിരുന്ന സെയിം ഫീച്ചേഴ്സ് ആണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട്, ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്, വയർലെസ് ഫോൺ ചാർജിംഗ് ഉണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ സുസുക്കിയുടെ ബാഡ്ജിന് പകരം ടൊയോട്ടയുടെ ബാഡ്ജ് കാണാൻ പറ്റും എന്നുള്ളതാണ് മേജർ ഡിഫറൻസ്. അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ടൊയോട്ടയുടെ മറ്റ് റീബാഡ്ജ്ഡ് മോഡൽസിൽ അവർ ഇന്റീരിയർ കളേഴ്സ് എങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ ഫ്രോങ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ടൈസറിന്റെ കാര്യത്തിൽ ആ കാര്യം നടന്നിട്ട് ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ഒരു ഹാൻഡ് റെസ്റ്റെങ്കിലും ടൊയോട്ടയ്ക്ക് അഡീഷണൽ ആയിട്ട് കൊടുത്ത് ഫ്രോങ്സിൽ നിന്ന് ഇതിനൊരു വ്യത്യസ്തമാക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ശ്രമമൊന്നും ടൊയോട്ടയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഫ്രോങ്സിന്റെ എല്ലാ വേരിയൻസും ആക്ച്വലി റീബാഡ്ജ് ചെയ്തിട്ടുണ്ട് ടൊയോട്ടയിലേക്ക് വരുമ്പോൾ ബേസ് വേരിയന്റ് ഇയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ S, G ആൻഡ് V എന്നിങ്ങനെ വേരിയൻസ് ആണുള്ളത്. അതിൽ നിങ്ങൾക്കറിയാം V എന്ന് പറയുന്നതാണ് ടോപ്പ് വേരിയന്റ്. പിന്നെ ഫ്രോങ്സിലുള്ള പോലെ തന്നെ എല്ലാ കളർ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് നെക്സ ബ്ലൂ എന്ന് വിളിക്കുന്ന ആ ഡാർക്ക് ബ്ലൂ കളർ മാത്രം ടൊയോട്ട കടമെടുത്തിട്ടില്ല. അതിന് പകരം ഒരു ലൂസ് ആൻഡ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു അഡീഷണൽ കളർ ടൈസറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മേജർ ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സെയിം എഞ്ചിൻ തന്നെയാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സെയിം K12 എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ആൻഡ് AMT ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. അതിലും മാനുവലും പിന്നെ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ടോപ്പ് സ്പെക്കൽ വേരിയൻസിൽ മാത്രമാണ്, അതായത് G ആൻഡ് V എന്ന് പറയുന്ന 2 വേരിയൻസിൽ മാത്രമാണ് ഈ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വരുന്നത്. ഫ്രോങ്സിലുള്ള പോലെ തന്നെ. ഇനി പ്രൈസിലേക്ക് വരുമ്പോഴും മേജർ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്ലാൻസയിലും അർബൻ ക്രൂസറിലും വന്നപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. സുസുക്കിയുടെ മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വലിയ മേജർ ഡിഫറൻസ് ഒന്നും വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. 22,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിലും ടൈസറിന്റെ ടോപ്പ് മോഡൽ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സിന്റെ ടോപ്പ് മോഡലിന്റെ സെയിം പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൊയോട്ടയിൽ നിന്ന് ടൈസർ എടുക്കുകയാണെങ്കിൽ ഒരു 3 years വാറണ്ടി, അതായത് 1 year എക്സ്ട്രാ വാറണ്ടി കിട്ടുന്നുണ്ട്.
ഉണ്ടെന്നല്ലാണ്ട് അഡീഷണൽ ആയിട്ട് വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. സുസുക്കിയിലാണെങ്കിൽ 2 years വാറണ്ടിയാണ് അവർ കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഒരു പ്രീമിയം കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ടൊയോട്ട കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ടൊയോട്ട എന്ന് പറയുന്ന ബാഡ്ജിന്റെ പേരിലുള്ള ഒരു വാഹനം കൊണ്ട് നടക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് എന്തായാലും ടൈസർ കൺസിഡർ ചെയ്യാം. ഞാൻ എന്തായാലും ഫ്രോങ്സും ടൈസറും തമ്മിൽ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയ്ക്കാണ് ടൊയോട്ട അർബൻ ക്രൂസർ ടൈസറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാനൽ പുതുതായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.